പ്രവാചകനായിരുന്ന യോനായോട് ദൈവം 2 പ്രാവശ്യം ഒരേ ചോദ്യം ചോദിച്ചു. യോനായെ, നീ കോപിക്കുന്നത് വിഹിതമോ? പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ കാണുവാൻ കർത്താവ് നമുക്ക് വീണ്ടും ഭാഗ്യം തന്നു. ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ അവന്റെ ദയയെയും വിശ്വസ്തതയും കരുണയെയും ദീർഘക്ഷമയും അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്ന വലിയ ഒരു ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യോനാ പ്രവചനം 4-ാം അധ്യായം 4-ാം വാക്യം, നീ കോപിക്കുന്നത് വിഹിതമോ? യോനയോട് ചോദിച്ചതുപോലെ ഇന്ന് ദൈവം നമ്മോടും ചോദിക്കുകയാണ്, നീ ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയാണോ കോപിക്കുന്നത്, അതോ ആവശ്യമില്ലാതെ കോപിക്കുകയാണ്? കോപം വരാത്ത മനുഷ്യരാരുമില്ല. ഒരു കുഞ്ഞു ജനിക്കുമ്പോഴേ കോപത്തിലാണ് ജനിക്കുന്നത്. നോക്കൂ, അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കൊച്ചു പൈതൽ പെട്ടെന്ന് അതിനെ ആരെങ്കിലും ഒന്ന് ചുണ്ടി പിടിപ്പിച്ചു, ഇല്ലെങ്കിൽ ഒരു കല്ലേൽ അതിന്റെ കാല് തട്ടി, ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് അതിന് മേല് നൊന്തു എന്നൊന്നൊക്കെ ഇരിക്കട്ടെ, ആ കുഞ്ഞ് പെട്ടെന്ന് കരയും. എന്നാൽ അതിന്റെ കരച്ചിലെ അടക്കുവാൻ ഒരു വലിയൊരു പോംവഴിയുണ്ട്. പെട്ടെന്ന് അതിന്റെ അടുത്ത് ചെന്ന്, എന്റെ കുഞ്ഞിനെ ആരാണ് ഉപദ്രവിച്ചത്, ആരാണ് തട്ടിയത്, ഈ കല്ലാണോ, അല്ലെങ്കിൽ ഈ കഥകാണോ, അല്ലെങ്കിൽ ഇന്നാരാണോ തട്ടിയതെന്ന് പറഞ്ഞ് അതിനെ ഒരടി അടിച്ച് കാണിച്ചാട്ട് ആ കുഞ്ഞത് പെട്ടെന്ന് ശ്രദ്ധിച്ചു നോക്കും. ശ്രദ്ധിച്ചു നോക്കിയിട്ട് അതിനെ വേദനിപ്പിച്ചതിനോട് പ്രതികാരം ചെയ്തു എന്ന് ഉറപ്പാകുമ്പോൾ ആ കരച്ചിൽ പെട്ടെന്ന് അത്ഭുതകരമായിട്ട് ബ്രേക്ക് ഇട്ടതുപോലെ നിൽക്കും. എന്താ കാര്യം എന്നറിയാം? സ്പിരിറ്റ് ഓഫ് റിവെഞ്ച്, പ്രതികാരത്തിന്റെ ആത്മാവ് ഒരു ശിശുവിൽ, ആ ശിശുവായിരിക്കുമ്പോൾ തന്നെ ആ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. ഇന്ന് യോനിക്കുണ്ടായതായ കോപത്തിന്റെ 2 സാഹചര്യങ്ങളെയാണോ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് എടുത്ത് കാണിച്ചതിനു ശേഷം യോനയോട് ചോദിക്കുന്നത് പോലെ നമ്മോടും ആ ചോദ്യം ദൈവാത്മാവ് തിരിച്ചു ചോദിക്കുന്നു, നീ കോപിക്കുന്നതിന് കാരണമുണ്ടോ? യോനയുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാം. യോന ഒരു നല്ല മനുഷ്യനാണ്, നല്ല പ്രവാചകനാണ്. ചരിത്രത്തിൻ പ്രകാരം സരപ്തയിലെ വിധവയ്ക്ക് മരിച്ചുപോയവനെ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ച് ഉയർപ്പിച്ചു കൊടുത്ത ആ ഒരു മകനാണ് യോനാ പ്രവാചകൻ. അങ്ങനെയാണ് ചരിത്രം വായിക്കുന്നത്. അപ്പോൾ ചരിത്രപരമായി ദൈവേഷ്ടത്തിലും ദൈവഭയത്തിലും ദൈവത്തിന്റെ ആലോചനയിലും ദൈവം പറയുന്നതിനെ അപ്പാടെ അനുസരിക്കുന്നവനുമായ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു യോന. അതുകൊണ്ട് തന്നെയാണ് യോനായെ നിനവയിലേക്ക് പറഞ്ഞു വിടുവാൻ ദൈവത്തിന് പ്രസാദമായി. അങ്ങനെ യോന തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ്. ദൈവത്തിന് വലിയൊരു ഇഷ്ടപുത്രനാണ്. ദൈവത്തിന്റെ ദാനം. ദൈവം പറയുന്നത് പോലെ അനുസരിക്കും. പക്ഷെങ്കിൽ അവനിലും കോപം നിലനിൽക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. എത്ര വിശുദ്ധന്മാരാണെങ്കിലും എത്ര നീതിമാന്മാരാണെങ്കിലും പെട്ടെന്ന് കോപം വരും. യോനയ്ക്ക് വന്ന കോപത്തിനൊരു കാരണമുണ്ട്. 4-ാം അധ്യായത്തിന്റെ യോനാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അത് യോനയ്ക്ക് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. എന്താണ് അനിഷ്ടമായത്? അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചില്ല. യോന നിനവയോട് ചെന്ന് പറഞ്ഞു, ഇനിയും 30 ദിവസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ഇന്ന ആണ്ട് കഴിഞ്ഞിട്ട് ഇത്ര മണിക്കൂറിനകം ഇവിടെ ദൈവം സകലരെയും നശിപ്പിക്കാൻ പോവുകയാണ്. അതിനുശേഷം അതിന്റെ നാശത്തെ കാണാൻ പോയി കാത്തിരുന്നു. എങ്കിലും ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ നിനവേ ദേശത്ത് ഒരു അനുതാപം, അവിടുത്തെ മൃഗങ്ങൾ വരെ ഉപവസിച്ചു. ആ ഉപവാസത്തിന്റെ പ്രഖ്യാപനം സ്വർഗത്തിലെത്തിയപ്പോൾ അവർക്ക് വരുത്തുമെന്നറിഞ്ഞതായ ആ അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് ദൈവത്തിന്റെ കോപം മാറി. ദൈവം അവരോട് ദയയുള്ളവരായി. ഇത് യോനയ്ക്ക് അനിഷ്ടമായി തീർന്നു. ഇത്രയുള്ള കാരണം, അവൻ പറഞ്ഞതുപോലെ നടന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും യോനയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ആ കോപം അവനിൽ ക്രോധമായി വളർന്നു. ക്രോധമായി വളർന്നതിന് ശേഷം ആരോടെങ്കിലും ഒരു പ്രതികാരം ചെയ്യണ്ടേ? അങ്ങനെയാണ് കോപം ക്രോധമായി വരുമ്പോൾ, ഇല്ലെങ്കിൽ ആംഗ്രി ഉറാത്തായിട്ട് മാറുമ്പോൾ അതിനിടയാക്കിയ വ്യക്തിയെ അടിക്കണം, ഇല്ലെങ്കിൽ സംഹരിക്കണം, എന്തെങ്കിലും ഉപദ്രവം ചെയ്യണം. കോപം മാറണമെങ്കിൽ അതിന് പറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയാം? അവനിൽ ആത്മഹത്യാ പ്രവണതയുണ്ടാകും. ഇതാണ് യോനയിൽ സംഭവിച്ചത്. യോന ദൈവത്തോട് പറയുകയാണ്,
ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. യോന സ്വയം ഒരു തീരുമാനമെടുത്തു, ഇനിയും മരിക്കുന്നതാണ് നല്ലത്. ആത്മഹത്യ, സൂയിസൈഡിങ് സ്പിരിറ്റ്. നമ്മൾ കോപം കയറുമ്പോൾ ആ കോപം ക്രോധമായി അത് രൂപം പ്രാപിക്കും. ക്രോധത്തിൽ കൂടെ നമുക്കൊരു പ്രതികാരം ചെയ്യാൻ കഴിയാതെ വന്നാൽ പെട്ടെന്ന് ആ ക്രോധത്തിനൊരു തേരാളി പ്രത്യക്ഷപ്പെടും. എന്ന് പറഞ്ഞാൽ പിന്നീട് ആ തേരാളിയുടെ തേരിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എങ്ങോട്ട്? മരണത്തിന്റെ വാഞ്ചയിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ആ സ്ഥാനത്ത് ദൈവം വന്ന ഒരു ചോദ്യം, യോനേ, നീ കോപിക്കുന്നത് വിഹിതമോ? വീണ്ടും അവൻ കടൽക്കര പോയിരുന്നു. ആ പട്ടണത്തിൽ വരുന്ന നാശത്തെക്കുറിച്ച് കാണുവാൻ അവൻ വീണ്ടും ആഗ്രഹിച്ചു. അവന്റെ കുടിലിന്റെ മേളിൽ ദൈവം ഒരു ആവണക്കിനെ വളർത്തി. പിറ്റേ ദിവസം യോനയിലെ ആ സ്വാർത്ഥ സ്വഭാവം കണ്ടറിയുവാൻ തക്കവണ്ണം, അവനെ തന്നെ മനസ്സിലാക്കിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു പുഴുവിനെ അയച്ചു. ആ ആവണക്ക് കുത്തി അത് പഴുത്തുപോയി, അത് ചത്തുപോയി. ഇത് യോനയ്ക്ക് വീണ്ടും കോപമായി തീർന്നു. തൻ്റേതല്ലാത്ത, തനിക്കറിയിക്കാത്തതായ, താൻ അധ്വാനിക്കാത്തതായ ഒരു വസ്തുവിന്റെ ആ നഷ്ടത്തെ, നാശത്തെ കണ്ടുകൊണ്ട് പെട്ടെന്ന് കോപം. തനിക്ക് ആശ്രയമായിരുന്ന പല കാര്യങ്ങൾ നഷ്ടമായപ്പോൾ തനിക്ക് പെട്ടെന്ന് കോപം. ആ കോപം ദൈവത്തോട് പ്രതികാരം ചെയ്യുവാൻ കഴിയാഞ്ഞതുകൊണ്ട് വീണ്ടും യോന പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതി. മരണത്തിന്റെ സ്വഭാവം വീണ്ടും യോനയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ആത്മഹത്യാ പ്രവണതയിലേക്ക് മനുഷ്യൻ മാറുന്നു. നോക്കൂ, ലോകത്തിൽ ഇന്ന് സംഭവിക്കുന്നതായ അനേക സംഭവ വികാസങ്ങളുടെ പിന്നിൽ നടമാടുന്ന, നടകൊള്ളുന്ന, വ്യാപരിക്കുന്ന, ശക്തി പ്രാപിക്കുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഒരു സംഭവമുണ്ട്. അത് കോപം, ക്രോധം. ആ ക്രോധം കഴിഞ്ഞിട്ട് പ്രതികാര വാഞ്ചയിലേക്ക് മനുഷ്യൻ നീങ്ങിപ്പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്കെല്ലാവരും കോപിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ. ഒരു പേനയും പേപ്പറും എടുത്ത് രാവിലെ മുതൽ അല്ലെങ്കിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ കോപിക്കുന്ന സന്ദർഭങ്ങളെ ഒന്ന് എഴുതി വെച്ച് നോക്കൂ. വൈകിട്ട് അത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ അതിൽ തമാശയായിട്ട് തോന്നും. എത്ര കാര്യങ്ങളിലാണ് നമ്മൾ കോപിച്ചിട്ടുള്ളത് അറിയാമോ? നമ്മൾ ഭാര്യയോട് കോപിക്കുന്നു, കുഞ്ഞുങ്ങളോട് കോപിക്കുന്നു, മാതാപിതാക്കളോട് കോപിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരോട് കോപിക്കുന്നു, നമ്മോട് തന്നെ കോപിക്കുന്നു. ഇല്ലെങ്കിൽ കോപിക്കാൻ ആരുമില്ല എങ്കിൽ കാണുന്നവരോടെല്ലാം അങ്ങ് കോപിക്കുന്നു. അവർ കോപത്തിന്റെ പുത്രന്മാരായിട്ട് അങ്ങ് മാറും, കോപത്തിന്റെ സന്തതികളായിട്ട് മാറും. കോപത്തിന് പല പ്രവണതകൾ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് യോനയുടെ പുസ്തകത്തിൽ എഴുതി കാണിച്ച ആ രണ്ട് പ്രവണതയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ രണ്ട് കാരണത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തയ്ക്കായി നൽകിയിട്ടുള്ളത്. ഒന്ന്, നമ്മൾ പറഞ്ഞതുപോലെ സംഭവിച്ചില്ല എങ്കിൽ നമുക്ക് കോപം വരും. ആ കോപത്തിന്മേൽ നമുക്ക് കൺട്രോളിംഗ് ഇല്ല എങ്കിൽ പെട്ടെന്ന് നമ്മളിലെ കോപം അത് ക്രോധമായി മാറും. ആ ക്രോധം നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ആ കോപത്തിന് ഇടയാക്കിയവരെ നശിപ്പിക്കുവാൻ നമുക്കൊരു ചിന്ത. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാമത്തെ കാര്യം, നമ്മുടേതല്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടുക. നമ്മൾ അധ്വാനിച്ചിട്ടില്ല, നമ്മൾ ഉണ്ടാക്കിയില്ല, നമ്മൾ വളർത്തിക്കൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു രീതിയിലും അതിന്മേൽ ഒരു അവകാശം ഉന്നയിക്കുവാൻ ഒരു കാരണവുമില്ലാത്ത കാര്യത്തിൽ പെട്ടെന്ന് കയറി ആരാന്റെ വിഷയത്തിൽ കയറി കോപിക്കുന്ന സ്വഭാവം അവിടെയും നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഒരു പ്രത്യേക നാശത്തിന്റെ പ്രവണതയിലേക്കാണ്. ഇവിടെ രണ്ടിടത്തും ദൈവം വന്ന് ചോദിക്കുകയാണ്, യോനേ, നീ കോപിക്കുന്നത് വിഹിതമാണ്. ഒന്ന്, നീ പറഞ്ഞതുപോലെ സംഭവിക്കാത്തത് കൊണ്ടുള്ളതായ ഒരു കോപം. രണ്ട്, നിന്റേതല്ലാത്ത വിഷയത്തിൽ ഇടപെട്ടും കൊണ്ടുള്ളതായ ഒരു കോപം. അങ്ങനെ ദൈവത്തിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ അത് വിഹിതമോ അവിഹിതമോ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ, മെഡിറ്റേറ്റ് ചെയ്യുവാൻ ഒരവസരം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ കോപത്തിന്റെ ആത്മാവിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും. നമ്മുടെ കോപത്തെ ക്രോധമായി അത് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് പിശാച് അതിന്മേൽ തേരാളിയായി നടക്കുവാൻ, അവന്റെ തേരിൽ, ക്രോധത്തിന്റെ തേരിൽ സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. യോനയോട് ചോദിക്കുകയാണ്, യോനേ, നീ കോപിക്കുന്നത് വിഹിതമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ചോദ്യത്തിന് പിന്നിൽ ഒരർത്ഥമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ദൈവം നമുക്ക് തരുന്ന ഒരു ദീർഘക്ഷമയാണ്, നമ്മോട് കാണിക്കുന്ന ഒരു മഹാദയാണ്, നമ്മോട് കാണിക്കുന്നതായ ഒരു കരുണയാണ്. എന്താണ് ആ കരുണയുടെ മുഖമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത
ഒരു കോപാവസ്ഥയിൽ നമ്മളായിരുന്നാൽ അല്പനേരം ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ ഒന്ന് ഉരുവിട്ടാൽ മതി. നാം കോപിക്കുന്നത് വിഹിതമാണോ? ദൈവം ചോദിക്കുന്ന ചോദ്യം, യോനയോട് ചോദിച്ച ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ കോപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും. നമുക്ക് തന്നെ മനസ്സിലാകും പലയിടത്തും നമ്മൾ കോപിച്ചത് വിഹിതമല്ലായിരുന്നു, അവിഹിതമായിട്ടാണ് കോപിച്ചത്. പല കാര്യങ്ങൾക്കും കാരണം നിരത്തുവാൻ നമ്മുടെ കയ്യിലില്ല. ബലഹീനരായ മനുഷ്യരെ കോപത്തിന് അടിമകളായി ക്രോധത്തിന് അവർ രൂപാന്തരപ്പെട്ട് പൈശാചിക തേരലിൽ കയറിക്കൊണ്ട് യാത്ര ചെയ്യുന്ന മനുഷ്യനോട് ദൈവം കരുണ തോന്നി ചോദിക്കുന്ന ഒരു ചോദ്യം, നീ കോപിക്കുന്നത് വിഹിതമാണ്. ആ ചോദ്യത്തിന് മുന്നിൽ ഒരു പരിഹാരം കൂടെ കർത്താവ് കൊണ്ടുവരികയാണ്. ആ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡെലിവറൻസ് കിട്ടും, ഒരു വിടുതൽ കിട്ടും. ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസം, നമുക്കൊരു തിരിച്ചുവരവ്, നമ്മളിൽ പറ്റിയതായ അബദ്ധങ്ങളെക്കുറിച്ച്, നമ്മളിൽ പറ്റിയതായ ചില തെറ്റായ വിചാരങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാകും. അങ്ങനെ ദൈവത്തോടും മനുഷ്യരോടും നിരപ്പാകുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരു മഹാദയ ഉണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്കായി വെച്ചിരിക്കുന്നതായ ഒരു വിടുതലിന്റെ സ്വരമാണ്, നീ കോപിക്കുന്നത് വിഹിതമോ. പലപ്പോഴും കോപം നമ്മെ വീഴ്ത്തിക്കളഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട പല നന്മകളും നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയി. പലയിടത്തും നമ്മൾ സന്തോഷിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ കോപത്തിന് വേണ്ടി ആ സമയം മാറ്റിവെച്ചു. നമ്മുടെ കുടുംബജീവിതത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ പല കാര്യങ്ങളിലും, ജോലിയിലും, നമ്മൾ ഇടപെടുന്നതായ വിഷയങ്ങളിലൊക്കെയും പലയിടത്തും സന്തോഷം പങ്കിടുവാൻ ദൈവം നമ്മുടെ മുൻപിൽ അനേകം സന്തോഷത്തിന്റെ മാർഗങ്ങളെ ദൈവം നമ്മുടെ മുൻപിൽ നിരത്തി വെച്ചു. പക്ഷെങ്കിൽ നമ്മളിൽ ഉണ്ടായതായ സ്വാർത്ഥത കാരണം അതൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയി. കാരണം എന്താണെന്നറിയാം? കോപം, ക്രോധം നമ്മയിൽ വാഴുവാനിടയായി. നാം നമ്മെ തന്നെ നശിപ്പിക്കുവാൻ ചിന്തിച്ചു, നാം നമ്മെ തന്നെ നഷ്ടപ്പെടുത്തുവാൻ ചിന്തിച്ചു, മറ്റുള്ളവരെ നഷ്ടപ്പെടുത്തുവാൻ ചിന്തിച്ചു. എന്നാൽ സ്നേഹവാനായ ദൈവം നമ്മുടെ മുൻപിൽ കടന്നു വന്ന് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ കോപിക്കുന്നത് വിഹിതമാണോ? ആ ചോദ്യം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ നമ്മളിൽ ഒരു രൂപാന്തരം ഉണ്ടാകും. ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ, ദൈവത്തോട് നരുപ്പ പ്രാപിക്കുവാൻ, ദൈവത്തോട് ആ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ഇറങ്ങി വരുവാൻ വേണം. ആ ചോദ്യം നമ്മളിൽ വലിയൊരു വഴിത്താരയായിട്ട് മാറും. ഈ പ്രഭാതത്തിൽ അങ്ങനെ ദൈവം സന്ദർശിക്കുന്ന ജീവിതങ്ങളായി, വ്യക്തികളായി, കുടുംബങ്ങളായി ഈ പ്രഭാതം നിങ്ങളിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.